ഒരു വിജയം വന്നു കഴിയുമ്പോൾ വിജയത്തിൽ മതിമറക്കാനും ഒരു പരാജയം വന്നു കഴിയുമ്പോൾ പരാജയത്തിൽ തളർന്നു പോകാനും ഭയങ്കരമായിട്ട് നമ്മളെ കുറുക്കിക്കൊള്ളുന്ന മറുപടി കൊടുക്കാൻ മലയാള സിനിമയിൽ പൃഥ്വിരാജിനോളം പോന്ന ഒരു താരമില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴിതാ മാർക്കോയുടെ വൻ വിജയത്തിലൂടെ ഉണ്ണിമുകുന്ദൻ സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രമുഖ ചാനലിന്റെ റിപ്പോർട്ടർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പൃഥ്വിരാജിനോട് ചോദിച്ചിരുന്നു. അതിന് പൃഥ്വിരാജ് കൊടുത്ത മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഒരു സിനിമയുടെ വിജയം കൊണ്ട് മാത്രം ഒരാൾക്ക് സൂപ്പർ താര പദവി കൊടുക്കുന്നതിൽ ഒരു അനൌചിത്യമില്ലേ എന്നായിരുന്നു റിപ്പോർട്ടർ പൃഥ്വിരാജിനോട് ചോദിച്ചത്. പൃഥ്വിരാജിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ആര് പറഞ്ഞു ഒരു സിനിമയുടെ മാത്രം വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണിക്കിപ്പോൾ താരപദവി ലഭിച്ചിരിക്കുന്നതെന്ന്? തന്റെ കരിയറിൽ നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഉണ്ണി ഇവിടം വരെ എത്തിയത്. അതിന്റെ എല്ലാം ഒരു റിവാർഡാണ് ഇപ്പോൾ മാർക്കോയുടെ ഈ വൻ വിജയം. കൺവിൻസിംഗ് ആയി ഒരു ആക്ഷൻ സിനിമ സ്വന്തം നിലയ്ക്ക് ഒരു താരം വിജയിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രേക്ഷകരും മാധ്യമങ്ങളും കൊടുക്കുന്ന ഒരു പദവിയാണ് സൂപ്പർ സ്റ്റാർ എന്നത്. മമ്മൂക്ക ന്യൂഡൽഹിയിലൂടെയും ലാലേട്ടൻ രാജാവിന്റെ മകനിലൂടെയും സുരേഷ് ഏട്ടൻ കമ്മീഷണറിലൂടെയും എല്ലാം സൂപ്പർ സ്റ്റാർ ആയത് ഇങ്ങനെ തന്നെയാണ്. മാർക്കോയിലൂടെ മലയാളത്തിലെ ആക്ഷൻ സിനിമകളിൽ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഉണ്ണി. ഇനി മലയാളത്തിൽ ഒരു ആക്ഷൻ സിനിമ വന്നാൽ അത് തീർച്ചയായും കമ്പയർ ചെയ്യപ്പെടുക മാർക്കോയുമായിട്ടായിരിക്കും. മാർക്കോയുടെ വിജയത്തിലൂടെ ഉണ്ണിക്ക് സൂപ്പർ താര പദവി ലഭിച്ചാൽ അത് മലയാളത്തിലെ മറ്റു യുവതാരങ്ങൾക്കും ഒരു പ്രചോദനമായിരിക്കും. പൊതുവെ നമ്മളെല്ലാ ജോണറുകളിലും മികച്ച സിനിമകൾ എടുക്കാറുണ്ടെങ്കിലും ആക്ഷൻ സിനിമകളിൽ മാത്രമാണ് നമ്മൾ അല്പമെങ്കിലും പിന്നിൽ നിൽക്കുന്നത്. മാർക്കോയുടെ ഈ വിജയം നല്ല ആക്ഷൻ സിനിമകളുടെ ട്രെൻഡ് മലയാളത്തിൽ കൊണ്ടുവരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പിന്നെ ഈ അവസരത്തിൽ എനിക്ക് ഉണ്ണിയോട് ഒന്നേ പറയാനുള്ളൂ: വലിയ വിജയങ്ങളിൽ മതിമറന്നു പോകാതെ, പരാജയങ്ങളിൽ തളർന്നു പോകാതെ ഈ താരപദവി നിലനിർത്താൻ ഉണ്ണിക്ക് കഴിയട്ടെ, പൃഥ്വിരാജ് പറഞ്ഞു. പൃഥ്വിരാജ് പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സൂപ്പർ താര പദവിക്ക് ഉണ്ണിമുകുന്ദൻ യോഗ്യനാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.